ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ നിലപാടുകളും ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇറാൻ തങ്ങളുടെ രീതികൾ തിരുത്തുന്നില്ലെങ്കിൽ സൈനിക ആക്രമണം ശക്തമായി പുനരാരംഭിക്കാൻ അമേരിക്ക മടിക്കില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെതിരെ ശക്തമായി സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നു. പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണിത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇറാന്റെ കൈവശമുള്ള അത്യാധുനിക മിസൈലുകൾ ഇസ്രായേലിനും മേഖലയിൽ അമേരിക്കൻ താവളങ്ങൾക്കും ഭീഷണിയാണെന്ന് വാഷിംഗ്ടൺ കരുതുന്നു. ഈ ആക്രമണങ്ങളുടെ ഫലമായി ഇറാന്റെ സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ പ്രതിരോധശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഈ സാഹചര്യത്തിലാണ് സൗത്ത് ഫ്ലോറിഡയിൽ വെച്ച് ട്രംപ് വീണ്ടും ആഞ്ഞടിച്ചത്. അവർ മോശമായി പെരുമാറിയാൽ ആക്രമണം തുടരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. അമേരിക്ക നേരത്തെ മുന്നോട്ട് വെച്ച 9 കർശന നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇപ്പോൾ 14 സമാധാന പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യം, ഈ സന്ദേശം കൈമാറാൻ ഇറാൻ തിരഞ്ഞെടുത്തത് അയൽരാജ്യമായ പാകിസ്ഥാനെയാണെന്നതാണ്. ഈ നയതന്ത്ര നീക്കം മേഖലയിലെ ശക്തി സമവാക്യങ്ങളിലെ പാകിസ്ഥാനുള്ള പങ്കിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. എങ്കിലും ഇറാന്റെ ഈ 14 നിർദ്ദേശങ്ങളോട് ട്രംപിന് അത്ര താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങൾ പലതും തങ്ങളുടെ പ്രധാന ആവശ്യങ്ങളെ ലഘൂകരിക്കാനോ സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണെന്ന് അമേരിക്കൻ ഭരണകൂടം സംശയിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രതികരണം ഇതിന് അടിവരയിടുന്നു. കഴിഞ്ഞ 47 വർഷമായി ലോകത്തിന് വരുത്തിവെച്ച വിനാശങ്ങൾക്ക് ഇറാൻ വലിയ വില നൽകേണ്ടി വരും. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ ഇന്ന് വരെയുള്ള ഇറാന്റെ വിദേശ നയത്തെയും നിലപാടുകളെയുമാണ് ട്രംപ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. ട്രംപ് ഭരണകൂടം ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ള നിബന്ധനകൾ അങ്ങേറ്റം കടുപ്പമേറിയതാണ്. അവ പ്രധാനമായും 3 മേഖലകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു നീക്കവും നടത്താൻ പാടില്ല. അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിനും യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നു. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണം. തങ്ങൾക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഇതാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിര എന്നറിയപ്പെടുന്ന ഹോർമസ് കടലിടുക്ക് യാതൊരു തടസ്സവുമില്ലാതെ തുറന്നു നൽകണം. അന്താരാഷ്ട്ര എണ്ണ വിപണിയെ സ്വാധീനിക്കാൻ ഇറാൻ ഈ പാത ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇറാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു സമാധാന കരാറിൽ എത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരം പണയം വെക്കാൻ അവർ തയ്യാറല്ല. ഇറാന്റെ നേതൃത്വത്തെക്കുറിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പരമോന്നത നേതാവിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഭരണകൂടത്തിനുള്ളിലെ തീവ്ര മിതവാദി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ചർച്ചകളെ ബാധിക്കുന്നുണ്ട്. ഇത് ട്രംപും തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വ്യക്തമായൊരു നേതൃത്വം ഇല്ലാത്തത് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാണെന്നും അദ്ദേഹം കരുതുന്നു. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇതിന് ആഗോളതലത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടന്നാൽ ലോകത്തെ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ സാരമായി ബാധിക്കും. സിറിയ, യമൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാനുള്ള സ്വാധീനം ഈ യുദ്ധത്തിലൂടെ മാറാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ പുതിയൊരു ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരാൻ കാരണമാകും. ഇറാൻ ആണവായുധം നിർമ്മിച്ചുള്ളത് തങ്ങളുടെ വാതിൽപ്പടിയിൽ ഒരു വലിയ ഭീഷണിയായി മാറുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ കർശന നിലപാടുകൾക്ക് അവർ പരോക്ഷ പിന്തുണ നൽകുന്നുമുണ്ട്. ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണമാണ്. ഒന്നുകിൽ അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾ അംഗീകരിച്ച് സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടുക, അല്ലെങ്കിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക പ്രഹരങ്ങളെ നേരിടുക. ഇറാന്റെ മറുപടി ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. സമാധാനം വേണം, പക്ഷെ അത് ഞങ്ങളുടെ നിബന്ധനയ്ക്ക് അനുസരിച്ചായിരിക്കണം എന്ന ട്രംപിന്റെ നയം ഇറാനെ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ വഴിയുള്ള ചർച്ചകളിൽ എന്ത് പുരോഗതി ഉണ്ടാകുമെന്നും ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നും ലോകം കാത്തിരുന്ന് കാണണം. ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഓരോ നീക്കവും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു.